എത്ര വർണ്ണിച്ചാലും എഴുതിയാലും പാടിയാലും വരച്ചാലും മതിവരാത്ത ഒരു അപൂർവ സങ്കല്പമാണ് ശ്രീകൃഷ്ണൻ. ഇത്രയധികം മാലോകർ വർണ്ണിച്ച ആ കുഞ്ഞികൃഷ്ണനെ കാണാൻ അപൂർവമായ പത്മിനി ഏകാദശിയിൽ യാദൃശ്ചികമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഭഗവാനെ അകമഴിഞ്ഞു തൊഴുത ദിനമാണ്. കാരണം ക്യൂ നടയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ 10 മിനിറ്റ് സ്ട്രക്കായിപ്പോയി. ഞാനും ഭഗവാനും ഒരേ നേർരേഖയിൽ. പടിക്കെട്ടിൽ കയറി നിന്നിരുന്ന എനിക്ക് യാതൊരു തടസ്സവും കൂടാതെ 10 മിനിറ്റ് നേർക്കുനേർ നിൽക്കാൻ സാധിച്ചു. എൻ്റെ ഇതുവരെയുള്ള പ്രാർത്ഥനകളോട് മുഖം തിരിഞ്ഞു നിന്നിട്ടുള്ള ഭഗവാൻ ഇന്നെന്തോ ആദ്യമായി എന്നോട് ദയ കാണിച്ചു. അതെ, നമ്മുടെ എല്ലാ ആശകളും അവസാനിച്ച് പ്രതീക്ഷയേറ്റ് നിൽക്കുമ്പോൾ അവൻ കൈത്താങ്ങായി പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് പറയാറ്. എത്ര വന്നാലും എത്ര കണ്ടാലും വീണ്ടും വീണ്ടും ഈ നടയിലേക്ക് വരാൻ ഒരിക്കലും മടി തോന്നാറില്ല. ചിലപ്പോൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നേക്കാം. എന്നാലും ഒരു നോക്ക് കാണുമ്പോഴുള്ള ആത്മനിർവൃതി വളരെ വലുതാണ്. മറ്റെല്ലാം മറന്ന് മിഴികൾ നിറഞ്ഞു തുളുമ്പുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം, അവനിലേക്ക് ചേർന്ന ഒരനുഭൂതി, അതൊക്കെ പറഞ്ഞറിയിക്കാവുന്നതല്ല. അചഞ്ചലമായ ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവാം, അപ്പോഴും ഇളകാത്ത മനസ്സ്, അതിന് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഗുരുവായൂർ വരുന്നവർക്ക് കാണാൻ പറ്റുന്ന അടുത്ത 2 സ്ഥലങ്ങളാണ് പുന്നത്തൂർ ആനക്കോട്ടയും ചാവക്കാട് ബീച്ചും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ജിത്തു. എല്ലാവർക്കും കൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ.